ഇവിടുത്തെ എന്നിട്ട് വരിക. എന്നാ വേഗം വാ, നമുക്കേ പറഞ്ഞ സ്ഥലത്തൊന്ന് പോയി വരും വേണം. ആയിക്കോട്ടെ എന്നാല്. എന്നാ വേഗം വാ എന്നാലേ. നമ്മുടെ സിറ്റൗട്ടിൽ തന്നെ എന്നെ കാത്തിക്കുക. ഓക്കെ. ട്യൂഷൻ ഇല്ലായിരുന്നോ? കഴിഞ്ഞോ? ചോറൊക്കെ നിന്നില്ല? വാലേക്കും അസ്സലാം. ഇരിക്കാം. ഞാൻ വിളിച്ചെന്തിനാ അറിയോ? ഇന്നാള് പറഞ്ഞില്ല സേട്ടുവിന്റെ ആളുകളെ ഒന്ന് പോയിക്കാണ്ട് കാണണം എന്നൊക്കെ പറഞ്ഞല്ലോ. അതിനൊക്കെ ഒന്ന് പോവാന്നുള്ള എനിക്ക് ഞാൻ വിളിച്ചായിരുന്നു. മുജീബാക്ക, അതിനിടയ്ക്ക് നമ്മൾ ആരും അറിയാത്തൊരു സംഭവം നടന്നു. ഞാൻ കുട്ടീനായിട്ട് ഒരു ഹോസ്പിറ്റൽ കേസിന് പോയപ്പോഴേ നമ്മൾ ഓട്ടോ ഡ്രൈവർ കുഞ്ഞാണിനെ കണ്ടിരുന്നു. അപ്പോൾ കുഞ്ഞാണിനോട് പറഞ്ഞു നമ്മളെ ബാലേട്ടുണ്ടല്ലോ, മൂപ്പർക്ക് ഒരു ഓപ്പറേഷൻ കാര്യങ്ങളും കഴിഞ്ഞിക്കാണ്ട് ഹോസ്പിറ്റലിൽ വേണം. ഒരു വലിയൊരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ട് മൂപ്പർക്ക്. പിന്നെ അവനെ മൂപ്പരെ കൊടുന്നക്കൂടെന്ന് പറഞ്ഞു എന്നോട്. ബാലേട്ടനെ കൊടുന്നക്കൂടെന്ന് പറഞ്ഞു. കുഞ്ഞാണി പറഞ്ഞു. അടുത്തായിട്ട് നമ്മളാരും ഈ സംഭവം അറിഞ്ഞിട്ടില്ലല്ലോ. ഞാനിപ്പോൾ ഈ വരുമ്പോഴാണ് സംഭവം അറിയണത്. നമുക്ക് ഏതായാലും ആദ്യം അയാളെടുത്തൊന്ന് പോയി നോക്കാം. ഫിറോസേ, ബാലായിട്ട് എന്ത് കാര്യം ഉണ്ടെങ്കിലും എന്നോട് പറയണ്ട. എന്താ ഇപ്പം അയാൾ എനിക്ക് വിളിക്കാൻ ഞാനത് അറിഞ്ഞിട്ടില്ല. ഞാൻ പോയി കണ്ടിട്ട് തന്നെ ഒരാഴ്ച കഴിഞ്ഞു. മറ്റേ ആ കുട്ടീൻ്റെ പഠന സംബന്ധമായിട്ട് റിസൾട്ടൊക്കെ വരാനായിക്കോളൂന്നൊക്കെ പറഞ്ഞ് ഒന്ന് കണ്ടെന്ന്. പിന്നീട് ആ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം ഈ വരുമ്പോഴറിയണ്ടേ. നമുക്ക് ഏതായാലും ഒന്ന് അർജന്റായിട്ട് അവിടെ നിന്ന് പോയി നോക്കാം. അറിഞ്ഞാൽ നമുക്ക് പോകാൻ പറ്റൂല. ഞാൻ അറിഞ്ഞിട്ടില്ല. എന്നായിക്കോട്ടെ, പോയി വെക്കുന്നാല് നല്ലത്. രണ്ട് കോഴിയാളെ കുറുക്കന്മാരും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എന്തെങ്കിലും ആലോചിച്ചിരിക്കണേ? മോളെ, അതൊന്നുമല്ല പച്ചൻ്റെ കാര്യം. മോക്കറിയില്ലേ, നമ്മളെ പൈസ വാങ്ങിയത് തിരിച്ചു കൊടുക്കണ്ടേ? ഡോക്ടർ പറഞ്ഞത് അച്ഛന് 4 മാസം പണിക്ക് വാങ്ങിയാൽ റെസ്റ്റ് എടുക്കണമെന്നല്ലേ. അതിൻ്റെ അടവടയ്ക്കുന്ന കാര്യം ആലോചിക്കുമ്പോൾ ഒരു സമാധാനം കിട്ടില്ല മോളെ. അച്ഛാ, നമ്മൾ മിഞ്ഞാന്ന് ഇവിടെ എത്തിയിട്ടല്ലേ ഉള്ളൂ. എന്തെങ്കിലും ഒരു വഴി കാണാതിരിക്കൂല. ദൈവം എല്ലാം കാണുന്നുണ്ടല്ലോ. നിങ്ങളെല്ലാം കൂടെ ഇപ്പൊ തലയിൽ കയറ്റില്ലേ. മോളെ, നമുക്ക് സേട്ടുവിന് കൊടുക്കണ്ട ഫസ്റ്റ് അടവ് അടയ്ക്കാനായില്ലേ. അച്ഛനാണെങ്കിൽ ഇനി 4 മാസത്തിന് പണിക്കും പോകാൻ കഴിയില്ല. അതൊക്കെ ആലോചിക്കുമ്പോൾ ഒരു സമാനമല്ലേ മോളെ. നിങ്ങളിപ്പോൾ അതൊന്നും ആലോചിക്കില്ലേ അച്ഛാ. വന്നേ, നമുക്ക് കാത്തിരിക്കണേ. സാറാ റാഫി, എവിടെ എന്തൊക്കെയാണ്? സുഖം അങ്ങനെ പോകുന്നുണ്ട്. ചേട്ടാ, ഒരു ചായ വേണം. എനിക്ക് മധുരം കുറച്ചുള്ള ചായ മതി. സാറിന് ഇന്നത്തെ ഒരു പരിപാടിയിലുണ്ടേനോ? അപ്പൊ റാഫി, ഇന്ന് രാവിലെ ഒരു കല്യാണമായിരുന്നു. നമ്മളെ ഒരു മാഷയുടെ മകളുടെ, എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ഒരു സുഹൃത്തിന്റെ മകളുടെ കല്യാണമായിരുന്നു. അത് ഫാമിലി സഹിതം ഞങ്ങൾ അറ്റൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് ഫാമിലിനെയൊക്കെ ഞാൻ വീട്ടിൽ കൊണ്ടാക്കി. പിന്നെ വൈകുന്നേരം ചെറിയൊരു ഉറക്കം, ഒരു മയക്കൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇറങ്ങി. എന്റെ ഒരു സുഹൃത്തുണ്ട് ഇവിടെ, അപ്പൊ അയാൾ ഇന്ന് കാണണം എന്നുള്ളതിൽ ഞാൻ ഒന്നുകൊണ്ട് ഇറങ്ങിയതാണ്. ഓ, അങ്ങനെ ഇറങ്ങിയാണ് ഇപ്പൊ അല്ലേ? സാറാ, നമ്മളെ അമ്മുവിന്റെ കാര്യത്തിൽ നമുക്കൊരു തീരുമാനിക്കണ്ടേ? ആ കുട്ടി ഇപ്പൊ അങ്ങനെ പഠനത്തിന്റെ കാര്യത്തിൽ നിൽക്കല്ലേ? പക്ഷേ ഞാനത് കുറെ ഇങ്ങനെ ആലോചിച്ചു. കുട്ടി നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ്, നമുക്ക് എന്തെങ്കിലും ചെയ്യാനും പറ്റും. ഞാൻ ധർമ്മരാജൻ സാറിനോടും പ്രിൻസിപ്പലിനോടും സംസാരിച്ചിരുന്നു. അപ്പൊ നമ്മൾ അർജന്റായിട്ടൊരു നമ്മുടെ ടീച്ചേഴ്സിന്റെ ഒരു മീറ്റിംഗ്, സ്റ്റാഫ് മീറ്റിംഗ് കൂടിയിട്ട് അത് എന്തെങ്കിലും ചെയ്യണം. കാരണം ആ അച്ഛന്റെ ഒക്കെ അവസ്ഥ കാണുമ്പോൾ വളരെ ദയനീയ അവസ്ഥയാണ്. അവരെ കൊണ്ടൊന്നും ചെയ്യാനും പറ്റാത്ത സ്ഥിതിയാണ്. പിന്നെ നമ്മൾ ഇതിന്റെ മുന്നേ 4-5 കൊല്ലം മുന്നേ അങ്ങനെ ഒരു കുട്ടീനെയൊക്കെ നമ്മൾ നന്നായിട്ട് ഒന്ന് വളർത്തിയെടുത്തിട്ടുണ്ട്. ഇപ്പൊ ആ കുട്ടി നല്ല നിലയിൽ ജോലിയൊക്കെ കിട്ടി പോകുന്നുണ്ട്. ഒന്ന് നോക്കാം മാഷെ. കാരണം എന്താ വെച്ചാൽ ഇനി എന്തായാലും അടുത്ത വർക്കിംഗ് ഡേ നമ്മളൊന്ന് സംസാരിച്ചിട്ട് കൂടിയിട്ട് ചെയ്യാല്ലേ? സാർ നമുക്ക് പോവല്ലേ? ഇറങ്ങാൻ നമുക്ക് തനിക്കൊന്ന് അയാളൊന്ന് കാണാൻ ചെയ്യാലോ. നമ്മളെ ഇല്ലട്ടോ. ശരി മാഷെ. ഞാനിപ്പോ ഇങ്ങോട്ട് ലാസ്റ്റ്ക്ക് വന്നപ്പോ ഒരു മാസമായി. ഒരു മാസമൊക്കെ ആയോ? ഒരു മാസമായി. ഇടയ്ക്കിടയ്ക്ക് കൂടെ വന്നിനല്ലോ. ഇങ്ങനെ വരും. നമ്മളത്രയും വലിയൊരു കമ്പനി അല്ലേ അയാളെ. ഓരോ തിരക്ക് ചുറ്റുപാടൊക്കെ ആയിട്ടേക്കാരം. അതെ. ബാലേട്ടാ. മുജീബ് കേറി. അല്ല ബാലേട്ട, എന്താ സംഭവിച്ചു? ഞാനിപ്പോ ഇന്ന് ഫിറോസ് വീട്ടിൽ വരുമ്പോഴാണ് ആ കാര്യം അറിയണ്ടേ. ഞങ്ങൾ വേറൊരു വൈക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് ഈ സംഭവം. നമ്മൾ ആദ്യം ബാലേട്ടൻ്റെ അടുത്ത് പോവാന്ന് പറഞ്ഞു.
ഞാൻ ഇത് അറിഞ്ഞിട്ടില്ലേനോ. ഞാൻ 2 ദിവസം മുന്നേ കുട്ടീനായിട്ട് ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഓട്ടോ ഡ്രൈവറുകൾ അതിലൊക്കെ കുഞ്ഞാണി ഉണ്ടല്ലോ, കുഞ്ഞാണിനെ കണ്ടപ്പോൾ കുഞ്ഞാണി പറഞ്ഞപ്പോഴാണ് ഞാൻ അത് അറിയേണ്ടത്. അപ്പൊ മുജീബാക്കി അറിഞ്ഞിട്ടില്ല. മുജീബാക്കി പറഞ്ഞു ഇന്ന എന്തോ ദിവസങ്ങൾക്ക് മൂപ്പര് വിളിക്കണ്ടാണ്, വിളിച്ചൊന്നും കണ്ടില്ലാന്ന് പറഞ്ഞു. ഞാൻ പറയുമ്പോഴാണ് മുജീബാക്കി ഇത് അറിയേണ്ടത്. മുജീബേ, അന്ന് ഭക്ഷണം കഴിച്ച് കിടന്നതാ. കുറച്ച് കഴിഞ്ഞപ്പോൾ ആകെ അസ്വസ്ഥത, ഒരു വേദന. അന്ന് എങ്ങനെ നേരം വിളിപ്പിച്ച് എനിക്കറിയില്ല. രാവിലെ ഞാൻ അമ്മൂനെ വിളിച്ചിട്ട് കുഞ്ഞാണിനെ വിളിക്കാൻ പറഞ്ഞു. ഞങ്ങൾ കുഞ്ഞാണിനെയും കൂട്ടിയാണ്ട് നമ്മൾ സാധാരണ കാണിക്കുന്ന ഡോക്ടറില്ല, അയാളെ കാണിച്ചത്. അയാൾ പറഞ്ഞ് ബ്ലോക്ക് ഉണ്ട്, എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണമെന്നാണ് പറഞ്ഞു. അപ്പോൾ പിന്നെ പെങ്ങളെ മകൻ വന്നു രാജു, ഓനെയും കൂട്ടി ഞങ്ങളോട് പോയി അത് ഓപ്പറേഷൻ ചെയ്ത് പോകുന്നു. ഇനിയിപ്പോൾ 4 മാസം റെസ്റ്റ് പറഞ്ഞു കേട്ടോ. ബാലേട്ടാ, അമ്മ വീട്ടിൽ പോയി. അമ്മ മുജിബാക്ക വന്നിട്ടുണ്ട്, ഒന്നും കിട്ടു വാ. മുജിബാക്ക, അതിൻ്റെ ഇടയിൽ കൂടെ അച്ഛനൊരു ഓപ്പറേഷൻ കഴിഞ്ഞല്ലോ, നിങ്ങൾ അറിഞ്ഞായിരുന്നോ? അമ്മ ഞാനത് ഇന്നാണ് അറിയേണ്ടത്. ഫിറോസാക്ക പറയുമ്പോ അങ്ങനെ അറിഞ്ഞാൽ ഒക്കെ അങ്ങോട്ട് പോകുന്നതാണ്. ആ, അച്ഛനെ 4 മാസത്തോളം റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. പണിക്കൊന്നും പോകരുതെന്നാ പറഞ്ഞത്. അടങ്ങിയിരിക്കെങ്കിലല്ലേ വീട്ടില്. ബാലേട്ടാ, ഡോക്ടർ റെസ്റ്റ് പറഞ്ഞിട്ടുണ്ടേ, അത് അസുഖം പൂർണ്ണമായി മാറണം. അപ്പൊ നിങ്ങൾ പരമാവധി റെസ്റ്റ് അല്ലോ എടുക്കേ. നിങ്ങൾ പുറത്തേക്കൊന്നും ഇറങ്ങല്ലേ കുറച്ച് ദിവസം. ബാലേട്ടാ, ചെലവിനൊക്കെ എന്താ ചെയ്തു? ബുദ്ധിമുട്ടിയോ? മുജിബ, അത് കുഴപ്പമൊന്നുമില്ല. എൻ്റെ പെങ്ങളമ്മ വന്നിരുന്നു രാജനെ, ഞങ്ങളിപ്പോൾ ഇവിടെ തങ്ങാണ് കഴിഞ്ഞു. അതൊന്നും ഇപ്പോൾ വലിയൊരു പ്രശ്നമില്ല കേട്ടോ. അമ്മ റിസൾട്ടുകളൊക്കെ വന്നോ? എന്തായി? ആ മുജിബാക്ക, അതെ കോളേജിൽ നല്ല മാർക്കൊക്കെ ഉണ്ട്, ഫുൾ മാർക്കൊക്കെയാണ്. സാറുമാരൊക്കെ വന്നായിരുന്നു. അമ്മോ, ഇത്രയും മാർക്കുള്ള സ്ഥിതിക്ക് വേറെ എന്തെങ്കിലും നല്ലൊരു കോഴ്സ് തിരഞ്ഞെടുത്തിട്ട് അതിന് പോകാൻ നോക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് പോവാ. എന്നാ പോട്ടെ വലേട്ടാ. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കാൻ മറക്കരുത്. ആയിക്കോട്ടെ മുജിബ. പോട്ടമ്മോ. അച്ഛാ, തൽക്കാലത്തിന് ആ കടം കിട്ടാനെങ്കിലും മുജിബാക്കാന്റെ അടുത്ത് എന്തെങ്കിലും ചോദിച്ചുകൂടായിരുന്നോ? അമ്മോ, എന്റെ പഠിത്തത്തിന്റെ മുജീബമ്മ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ എത്ര വെച്ചിട്ട് അമ്മ ഇവരോട് ചോദിക്കുക? പിന്നെ അച്ഛനങ്ങനെ ചോദിച്ച് ശീലം എനിക്ക് അറിയാലോ. മാമ, ആ രാജാ, കേറി. അമ്മോ, ഇങ്ങോട്ട് വാ, രാജേട്ടൻ വന്നിട്ടുണ്ട്. ആ രാജേട്ടാ, എന്നാ മോതാണ് കൊണ്ടുവച്ചോളാം. അമ്മായിക്കൊക്കെ സുഖല്ലേ? ഓ, കുഴപ്പമൊന്നുമില്ല. മാമ, അന്ന് ഞാൻ ഡിസ്ചാർജ് ആക്കിയിട്ട് ഇവിടുന്ന് പോയതാണ്. പിന്നെ എന്താണ് വിവരം എന്നൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. എന്താ ഇപ്പൊ സ്ഥിതി? രാജാ, ഇപ്പൊ വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്താ പ്രശ്നം വെച്ചാലേ, ഡോക്ടർ ഇപ്പൊ 4 മാസം റെസ്റ്റ് പറഞ്ഞല്ലേ. നമുക്കറിയാലോ, ആ പലിശക്കാരിൽ നിന്ന് പൈസ വാങ്ങിയിട്ടാണല്ലോ ഇപ്പൊ നമ്മളെ ചികിത്സയൊക്കെ നടത്തിയത്. അതിപ്പോ എങ്ങനെ കൊടുക്കുന്നുള്ള ആലോചിക്കുമ്പോൾ ഒരു സമാധാനമില്ല. ഞാൻ ഇപ്പൊ അമ്മൂനോടത് പറഞ്ഞിങ്ങനെ ഇരിക്കുന്നു. മാമ, നിങ്ങൾ അത് ആലോചിച്ചുകൊണ്ട് വെറുതെ തല പുണ്ണാക്കാൻ നിൽക്കണ്ട. അത് അതിന്റെ വഴിക്ക് നടക്കും. ഡോക്ടർ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞതല്ലേ, അതെടുക്ക്. ഫിറോസേ, ഈ എവിടെ? പിന്നെ ആ മുജീബാക്കാന്റെ ആ പൈസ കൊടുക്കണല്ലോ ഇപ്പോ. ആ, എന്റെ വണ്ടി വിറ്റു. ഞാനിപ്പോ ഇനി ഗൾഫിൽ പോവാണ്. ആയിക്കോട്ടെ, ഒന്ന് കാണണം. ഞാൻ നാട്ടിലേക്ക് വരാം. ആ ശരി ശരി, ആ ആയിക്കോട്ടെ. ഓക്കെ ഓക്കെ ഓക്കെ. എവിടെ സമീറ? കണ്ടിട്ട് കുറെ ദിവസമായല്ലോ. സ്റ്റാൻഡിക്കൊന്നും കാണാത്ത. എടാ, വണ്ടി കൊടുത്തു, അതാണ് ഇപ്പൊ സ്റ്റാൻഡിൽ കാണാത്ത. ഒരു മാസത്തിനുള്ളിൽ പിന്നെ ഗൾഫ് പോവാണ്. പേപ്പറൊക്കെ ഏകദേശം ഒക്കെ റെഡി ആയിക്കണ്. പിന്നെ മുജിബാക്കാന്റെ അടുത്ത് കുറച്ച് പൈസ വാങ്ങിന്. വണ്ടി വിറ്റപ്പോഴാണ് വെച്ചെങ്കിൽ ആകെ 12,000 റുപ്യ കിട്ടിയത്. എന്താ പറഞ്ഞ മുജിബാക്കൊക്കെ 2 അടവിന്റെ 8,000 റുപ്യ കൊടുക്കാണ്ട്. ഇപ്പൊ അതിന്റെ കടം വിട്ടാൻ വേണ്ടി ഞാൻ ഫിറോസിനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലാണ് ഇപ്പൊ എന്റെ വരവ് വന്നത്. അന്റെ വണ്ടിക്ക് 12 കിട്ടിയിട്ടുള്ളൂ. 10-65 റുപ്യന്റെ വണ്ടിയല്ലേ ഇതിനകത്ത്? 55 റുപ്യക്ക് വണ്ടി വിറ്റേക്കണു. അവരെ കുടിച്ചുകൊണ്ടായ വകുപ്പിൽ തന്നെ പിന്നെ 7,000 റുപ്യ പോയിക്കണ്. പിന്നെ ഇപ്പൊ അവരെ ബാക്കി കഴിഞ്ഞുള്ള 12,000 റുപ്യാണ്. ഇനി മേലെ ആരും വണ്ടിന്റെ ഇതില് അടവിട്ട് കാണ്ട് ഓല ഇതിൽ കൊടുക്കരുത്. ഓല് സേട്ടുകളല്ല, ഓല് ബ്ലേഡാണ്. ഓല് നമ്മളെ അടുത്ത് എന്തെങ്കിലുമൊക്കെ കാട്ടുവര്. എനിക്കറിയോ, എന്റെ അയൽവാസി ബാലട്ടനല്ലേ, അയാളൊരു ഓപ്പറേഷത്തിന്റെ കാര്യത്തിന് വേണ്ടിട്ടേ എവിടുന്നും പൈസ കിട്ടാത്തതുകൊണ്ട് ഈ പറഞ്ഞ അണ്ണന്റെ അടുത്ത് ഞങ്ങൾ കുറച്ച് പൈസ മേടിച്ചിട്ടുണ്ട്. ഇനിയിപ്പൊ അതൊക്കെ എന്തൊക്കെയാവണോ ആവോ. ഓക്കെ, ഇപ്പൊ നിങ്ങളെ കുട്ടിയുണ്ട് വണ്ടിയില്. ഞാൻ ഓനൊന്ന് കൊണ്ടാക്കിയാണ്ട് വരാം. ഓളർക്കൊന്ന് പോണം. ഇതൊക്കെ പോണ്ടേ? ഞാൻ ഫിറോസിനെ കാത്തുകയാണ്.
ഞാൻ ആക്കി തരണോ? വേണ്ട 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 ഇജ്ജ് പോയിക്കെന്നാല്. ആയിക്കോട്ടെ ഓക്കെ ശരി. വിളിക്കോണ്ടി. ആയിക്കോട്ടെ ഓക്കെ. ജീവക്ക് നമുക്കോട്ട് പോയേക്കാലോ. പോവൊക്കെ ഇനിയിപ്പോ എന്നോട് പോവാ കേട്ടോ. ആയിക്കോട്ടെ ആളെ കിക്കണ്ട. ആയിക്കോട്ടെ. സംസാക്കാണല്ലേ? ഹലോ, എന്തേ സംസാക്ക? കട പൂട്ടിയോ? അതെ, എന്തൊരു കാര്യം ചെയ്യേ, നിങ്ങൾ ഇങ്ങോട്ട് വരി. ഞങ്ങൾ ഏതായാലും അടുത്ത് പോകാൻ നിൽക്കുന്നേനു. ആയിക്കോട്ടെ. മുജീബാക്ക, ആ സംസാക്കാൻ്റെ കടയെ ആ സേട്ടൂടെ ആൾക്കാർ പൂട്ടിയേക്കണു. പിന്നെ നമുക്ക് മൂപ്പരോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. குமார, அந்த ஆண்டனும் ஜோஸ் எங்க போயிருக்கு? அவர் கோட்டைக்கல் பைசா விற்காம போயிருக்கு. கோட்டைக்கலா? கோட்டைக்கல். ஆமா. அந்த സംസുവിന്റെ കട മുടിയാച്ചാ? അത് ജോസും ആന്റണി രാവിലെ ചാവി എൻ്റെ അടുത്ത് കയ്യിൽ കൊടുത്തു തന്നു. ആ ശരി. കുമാര, നമ്മ അക്കൗണ്ട് എല്ലാം ശരി പണിയാച്ചാ? അതൊക്കെ ശരി, എല്ലാം ശരി പണിയാച്ചാ? ശരി പണിയാച്ചു. ആ ഓക്കെ. എനിക്ക് സ്ഥലം അറിയോ? ആ സ്ഥലം അറിയാം. ഇവിടെ ഇവിടെ അടുത്ത് തന്നെയാണ്, അച്ചറിയാം. ജീവാക്ക, അതാണ് ആ അണ്ണന് സുമേഷ് റാവു. എന്നാല് ഇറങ്ങി നമ്മളൊന്ന് പോയി നോക്കാം. സംശയ ഇവിടെ ഇറങ്ങിക്കൂടെ? നിങ്ങളാ ഈ സുമേഷ് റാവു? ஆமா, நான் தான் சுமேஷ் ராவ். என்ன பிரச்சனை இருக்கு? ബോസേ, ഒരു നിമിഷം. என்ன குமார? ബോസേ, അത് നമ്മളെ നാട്ടിലെ കാര്യപ്പെട്ട ഒരാളാണ്. നമ്മള് വെറുതെ ഉറക്കാൻ നിൽക്കണ്ട. ഇങ്ങ രണ്ട് റൗഡി പസങ്ങൾ എങ്കരിക്ക നമ്മളാളെ അടിച്ചിട്ടാം. இந்த ആളെ കട കൂട്ടി പോന്നിട്ടാം. എങ്കരിക്ക யாரு? நம்ம ஆண்டனியும் ஜோஸும் தானே? അതെ, നിങ്ങൾ ആന്റണി ജോസ് എവിടെ? അവര് എന്താ കാട്ടിയത് നിങ്ങൾക്കറിയോ? ഞാൻ ഈ പാപത്തിന്റെ കടയിലേക്ക് സാധനം വാങ്ങാൻ പോയപ്പോഴേ അവർ രണ്ടോളം എന്റെ കോളറിന് പിടിച്ചുകൊണ്ട് എന്നെ പെരുമാറിയിട്ടുണ്ട്. ഇച്ച അവരെ കാണ്ടി. അവരെവിടെ? அப்படியா? அது மன்னிச்சிடு தம்பி. அது ഞാൻ அவங்க கிட்ட சொல்லிக்கலாம். മന്നിച്ചു. മഞ്ഞിച്ചിട്ടും കിന്നിച്ചിട്ടൊന്നും കാര്യമില്ല. നമ്മളെ പസങ്ങളെ അടിച്ചും വലിച്ചും ആക്കിയിട്ട് ഇയാളെ കട കൂട്ടിക്കോളും. ഇന്ന് അങ്ങനെയൊന്നും ചെയ്തിട്ട് കാര്യമില്ല. ഈ ബിസിനസ് ചെയ്തോ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഈ ഗ്രാമത്തിൽ വന്നിക്കാണ്ട് ഗുണ്ടായിസം മറ്റേ പിടിച്ചു മാറി കടയിൽ നിന്ന് ഇറക്കിക്കുക, ആ പരിപാടികളൊന്നും നടക്കില്ല. നേർക്ക് ബിസിനസ് ചെയ്താൽ നിനക്ക് നന്നും. ആളെ ചാവി കൊടുക്കുക, 2 ദിവസം കൊണ്ട് പൈസ അടക്കും. ഇല്ലെങ്കിൽ ആ പൈസ ഞാൻ തരും. കട പോയി പൂട്ടുക, ആളെ പോയി വലിച്ചിടുക, ഇതൊന്നും ശരിയല്ല. ശരിയല്ലാണ്ടേ, നിങ്ങളൊക്കെ ഒന്ന് പൈസ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പാവാളെ പേര് കുതിര കയറരുത്. നിങ്ങൾ പൈസ തിരിച്ചടക്കും. മനസ്സിലായോ? ബോസ്, പ്രശ്നം ആക്കാതെങ്ക இந்த ആൾക്ക് ചാവി ഞാൻ ഇന്ന് തന്നെ കൊടുത്തോളാം. ഓക്കെ, അതിന്റെ ചാവി കൊടുത്തേക്ക് 2 ദിവസം കൊണ്ട് അടവ് അടച്ചോളും. ഓ ശരിതാ ശരിതാ ശരി. ചാവി വാങ്ങിച്ചിട്ട് പോയേക്കാം. ദീപം ദീപം ദീപം. അവിടെ ഉണ്ടല്ലോ, ബാലകൃഷ്ണനുണ്ട്. വാ. അല്ല ഏട്ടാ, നിങ്ങൾ അടവ 3 അടവ് തെറ്റിണ്ടല്ലോ. എന്താ അടക്കണമെന്നില്ലേ? എനിക്ക് 4 മാസം റെസ്റ്റ് പറഞ്ഞതാണ്. ഇനി 1 മാസം കൂടി കഴിഞ്ഞിട്ട് എന്തായാലും ചെയ്യാൻ മതി. അതുവരെ നിങ്ങൾക്ക് സമയം തരണം. നിങ്ങളിപ്പോ അന്ന് ഈ വർത്താനം നല്ലല്ലോ പറഞ്ഞത്. മാസം അടക്കാന്നല്ലേ പറഞ്ഞത്? ഇപ്പൊ 3 മാസം കഴിഞ്ഞ് 4ാമത്തെ മാസമാണ്. ഒരൊറ്റ അടവ് വന്നിട്ടില്ല. കുഞ്ഞാനേക്കാ, തമിഴന്മാരെ ആൾക്കാർ വന്നിട്ടുണ്ട്. നിങ്ങളൊന്ന് വേഗം വരി. അല്ല, അന്ന് പൈസ വാങ്ങിയപ്പോഴത്തേക്ക് എഗ്രിമെന്റിൽ ഒപ്പിട്ടല്ലേ? ഒരൊറ്റ അടവും ചെന്നില്ലല്ലോ. 3 മാസം കഴിഞ്ഞ്. നിങ്ങൾ പ്രശ്നമൊന്നും ഉണ്ടാക്കല്ലേ. ഇവർക്ക് 4 മാസം റെസ്റ്റ് പറഞ്ഞാണ്. ഓപ്പറേഷൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതൊന്നും ഞങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ പൈസ വാങ്ങുമ്പോ കറക്റ്റ് ആയിട്ട് മാസം അർത്ഥം പറഞ്ഞിട്ടാ പൈസ വാങ്ങിയാണ്. പൈസ വാങ്ങിട്ട് സംഭവം ശരിയാണ്. ഈ സന്ധ്യാനേരത്ത് നിങ്ങൾ ഈ അച്ഛനും മോളും മാത്രമുള്ള ഈ വീട്ടിലൊന്ന് കണ്ടേ ഈ ഒച്ചപ്പാടുണ്ടാക്കേണ്ടത് ശരിയല്ല കേട്ടോ. മൂപ്പര് ഹാർട്ട് പേഷ്യന്റ് ആണ്. മൂപ്പർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾ സമാധാനം പറയോ? ഞങ്ങൾക്ക് സന്ധ്യ ഉച്ച രാവിലെ ഒന്നുമില്ല. ഞങ്ങള് ആ ടൈമിന് പൈസ ഞങ്ങൾക്ക് അർത്ഥം കിട്ടണം. നിങ്ങൾ പ്രശ്നമൊന്നും ഉണ്ടാക്കല്ലേ. അച്ഛന് 4 മാസം റെസ്റ്റ് പറഞ്ഞാണ്. നിങ്ങൾ എന്താ ഇങ്ങനെ കാണിക്കണേ? ഞങ്ങൾ എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിച്ചുതരാ. ഇപ്പൊ നിങ്ങൾ പോയി. ഇജ്ജുതിലെ സാക്ഷിയല്ലേ, 4 ദിവസം കൊണ്ട് ഒരു തീരുമാനത്തിൽ ഉണ്ടാക്കിയില്ലെങ്കിൽ
ക്ഷീണാവും ആ ബോസിന് വരാനുള്ള ഇട വരുത്തിട്ട് ഇത്